ചാലക്കുടി പുഴയോരത്ത് വർഷക്കാലത്ത് പ്രളയവും വേനൽക്കാലത്ത് വരൾച്ചയുമാണെന്നും ഇതിന് മാറ്റം വേണമെന്നും എം.എൽ.എ. സനീഷ് കുമാർ ജോസഫ് അഭിപ്രായപ്പെട്ടു. ഇറിഗേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ വകുപ്പിന്റെ അഡ്വൈസറി ബോർഡ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സീസണിൽ വലിയ വെള്ളത്തിന്റെ അളവിലുണ്ടായ കുറവ് വലിയ പ്രതിസന്ധിക്ക് കാരണമായിരുന്നു. ഇത്തവണ ഈ സ്ഥിതിവിശേഷം ഉണ്ടാവരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചാലക്കുടി പുഴയിൽ വെള്ളപ്പൊക്ക ദുരന്ത നിവാരണത്തിനും മഴക്കാലത്ത് കിട്ടുന്ന ജലം സംഭരിച്ച് വേനൽക്കാലത്ത് ജലസേചനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനും വേണ്ടി വെള്ളപ്പൊക്ക നിയന്ത്രണ ഡാം നിർമ്മിക്കുന്നതിനുള്ള പ്രപ്പോസൽ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി യോഗത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അതിനുവേണ്ട മുൻകരുതലുകൾ KSCBയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതാണ്. കേരള ഷോളയാറിൽ നിന്നും ലഭ്യമാകുന്ന വെള്ളം പൂർണ്ണതോതിൽ ഉൽപ്പാദനത്തിനായി ഉപയോഗിച്ചതിന് ശേഷം ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി ചാലക്കുടി പുഴയിൽ ലഭ്യമാക്കണമെന്നും MLA നിർദ്ദേശിച്ചു. ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് KSCB അധികൃതർ യോഗത്തിൽ അറിയിച്ചു. ഇടതുകര കനാലിലൂടെ 30-ാം തീയതിയും വലതുകര കനാലിലൂടെ 15-ാം തീയതി മുതലും ജലവിതരണം ആരംഭിക്കുവാൻ തീരുമാനമായി. ചാലക്കുടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AA നൂർജഹാൻ, സർക്കാർ നോമിനികളായ അഡ്വക്കേറ്റ് PI പോൾ, പോളി ഡേവിസ്, മറ്റ് വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. സാധാരണ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ജനറേറ്ററാണ് പ്രവർത്തിച്ചത്. വലിയ രീതിയിലുള്ള വലിയ കാലതാമസം, അതിന്റെ ജനറേറ്ററിന്റെ തകരാറ് പരിഹരിക്കുന്ന കാര്യത്തിൽ വലിയ കാലതാമസം വന്നു. അത് ചാലക്കുടി പുഴയിലെ ജലവിധാനത്തെ വളരെ കാര്യമായിട്ട് ബാധിച്ചു.